നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ ത്രയം സീരീസിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് കടക്കാം. ചേട്ടൻ പര്യായ പദമേത്? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ അഗ്രജൻ, കനിഷ്ഠൻ, സഹജൻ, അർഭകൻ. ചേട്ടൻ എന്നതിന് ഈ തന്നിരിക്കുന്നതിലെ പര്യായം അഗ്രജൻ, അഗ്രത്തിൽ ജനിച്ചവൻ. അഗ്രം എന്ന് വെച്ചാൽ അറ്റം, ആദ്യം ജനിച്ചവൻ, അഗ്രജൻ എന്നാണ്. അതിൻ്റെ വിപരീതമാണ് അവരജൻ. അവരെന്ന് വെച്ചാൽ ഈ കാലിൻ്റെ കീഴ്ഭാഗത്തെയാണ് അവരം എന്ന് പറയുക. അവസാനം കീഴിൽ ജനിച്ചവൻ, അഗ്രജൻ ആദ്യം ജനിച്ചവൻ. അപ്പോൾ ചേട്ടൻ എന്നതിൻ്റെ പര്യായം അഗ്രജൻ എന്ന ഓപ്ഷൻ എ ആണ്. കനിഷ്ഠൻ എന്ന വാക്കിന് അനുജൻ എന്നും സഹജൻ എന്ന വാക്കിന് കൂടെ ജനിച്ചവനെന്നും അർഭകൻ എന്ന വാക്കിന് കുട്ടി എന്നുമാണ് അർത്ഥം. നമുക്ക് ചില വാക്കുകളുടെ പര്യായങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, ചേട്ടൻ അതിൻ്റെ പര്യായങ്ങളാണ് അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ. അനുജൻ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കനിഷ്ഠൻ, കനീയാൻ, അവരജൻ, അനുജന്മാവ്. അതെല്ലാം അനുജൻ എന്നർത്ഥം വരുന്നതാണ്. അമ്മ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് അമ്പ, തായ അല്ലെങ്കിൽ തായ്, മാതാവ്, ജനനി, ജനയിത്രി, ജനിത്രി, സവിത്രി, പ്രസു, വസുധ, വസുന്ധര. വസുന്ധരയ്ക്ക് ഭൂമി എന്നും അർത്ഥമുണ്ട്, അമ്മ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇതെല്ലാം അമ്മ എന്നർത്ഥം വരുന്നതാണ്. എന്നാൽ അച്ഛൻ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് പിതാവ്, ജനകൻ, ജനിതാവ്, ജന്മദാതാവ്, താതൻ തുടങ്ങിയവ അച്ഛൻ എന്നർത്ഥം വരുന്നതാണ്. മറ്റ് ബന്ധങ്ങളുടെ പര്യായങ്ങൾ നമുക്കൊന്ന് നോക്കാം. മകൻ എന്നർത്ഥം വരുന്നത് പുത്രൻ, സുതൻ, തനയൻ, ആത്മജൻ. സുതൻ മകനാണ്, പക്ഷേ അത് ദീർഘിച്ച് സൂതൻ എന്നായാൽ തേരാളിയായി പോവും. സുതൻ മകൻ, സൂതൻ തേരാളി. പുത്രൻ, തനയൻ, ആത്മജൻ ഇതെല്ലാം മകൻ എന്നർത്ഥം വരുന്നതാണ്. മകൾ എന്നർത്ഥം വരുന്ന വാക്കുകളാണ് പുത്രി, സുത, തനയ, ആത്മജ തുടങ്ങിയവ. ഭാര്യ എന്നർത്ഥം വരുന്ന വാക്കുകൾ പത്നി, കളത്രം, കാന്ത, ദൈത, ജായ തുടങ്ങിയവയാണ്. കളത്രം എന്ന വാക്കിൻ്റെ അർത്ഥം കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ, വംശത്തെ രക്ഷിക്കുന്നവൾ. വംശത്തെ രക്ഷിക്കാൻ ഭാര്യ വേണമല്ലോ, അതുകൊണ്ടാണ് കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ കളത്രം. ഭർത്താവ് എന്നർത്ഥം വരുന്നതാണ് പതി, കാന്തൻ, ദൈതൻ, ധവൻ, വല്ലഭൻ എന്നെല്ലാം പറയുന്നത് ഭർത്താവ് എന്നർത്ഥം വരുന്നതാണ്. കുട്ടി എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ശിശു, അർഭകൻ, ഡിംഭൻ, പൃഥുകൻ തുടങ്ങിയവ. ശിശു, അർഭകൻ, അതാണ് അർഭകർ, കുട്ടികൾ എന്നർത്ഥത്തിൽ പറയുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. മുഖം. ആസ്യം, നസ്യം, ഭാഷ്യം, ഹാസ്യം. ഇതിൽ മുഖം എന്നർത്ഥം വരുന്നത് ഓപ്ഷൻ എ ആണ്, ആസ്യം. നസ്യം എന്ന വാക്കിൻ്റെ അർത്ഥം നാസികയിലൂടെ കയറ്റുന്ന, മൂക്കിലൂടെ, മറ്റേ മരുന്ന്, ആയുർവേദ ചികിത്സ ഉണ്ടല്ലോ നസ്യം, മൂക്കിലൂടെ മരുന്നൊഴിക്കുന്നത്. ഭാഷ്യം എന്ന വാക്കിന് സംസാരമെന്നും ഹാസ്യം അതിന് തമാശ, ഹാസം നിറയ്ക്കുന്നത് എന്നുമാണ്. അപ്പോൾ മുഖം എന്നർത്ഥം വരുന്ന വാക്കാണ് ആസ്യം. മുഖത്തിൻ്റെ മറ്റ് പര്യായങ്ങളിലേക്ക് കടന്നാൽ മുഖത്തിൻ്റെ പര്യായങ്ങളാണ് ആസ്യം, ആനനം, വദനം, വക്ത്രം തുടങ്ങിയവ. തലയോട് എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കർപ്പരം, ഘർപ്പരം, കപാലം, കരോടി. ഇതെല്ലാം തലയോടാണ്. എന്നാൽ തല എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ശീർഷം, ശിരസ്, മസ്തകം, മൂർധാവ്, ഉത്തമാംഗം, മൗലി, ചൂടം, സാധിച്ചിട്ടടാ, അതാണ് ഇന്ദുചൂടൻ, ചന്ദ്രചൂടൻ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം തല എന്നർത്ഥം വരുന്നതാണ്. മൗലി എന്ന വാക്കിന് സ്വന്തമായത് എന്നാണ്. അതാണ് നമുക്ക് സ്വന്തമായതാണല്ലോ തല, അതുകൊണ്ടാണ് മൗലികാവകാശം, സ്വന്തമായ അവകാശം, മൗലികാഭിപ്രായം എന്നെല്ലാം പറയുന്നത്. ബുദ്ധി എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ധീ, മതി, പ്രജ്ഞ തുടങ്ങിയവ. മുഖത്തിൻ്റെ പര്യായങ്ങൾ വദനം, ആനനം, ആസ്യം, വക്ത്രം തുടങ്ങിയവയാണ്. വക്ത്രത്തിന് മുഖം, വായ, ചുണ്ട് എന്നെല്ലാം അർത്ഥമുണ്ട്. നെറ്റി എന്നർത്ഥം വരുന്നതാണ് ലലാടം, നിടിലം, ഫാലം. നെറ്റിയുടെ പര്യായങ്ങളാണ് ലലാടം, നിടിലം, ഫാലം എന്നുമുണ്ട്, ഫലിതത്തിൻ്റെ ഫ. കണ്ണ് എന്നർത്ഥം വരുന്ന വാക്കുകളാണ് നയനം, നേത്രം, ലോചനം, ദൃഷ്ടി, അക്ഷി, ചക്ഷുസ്, ഈക്ഷണം തുടങ്ങിയവ കണ്ണ് എന്നർത്ഥം വരുന്നതാണ്. പര്യായങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ വാക്കുകളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. പ്രത്യേകിച്ച് ശരീരഭാഗങ്ങളുടെ പര്യായങ്ങൾ നമ്മൾ ഒരുപാടെണ്ണം കണ്ടു. നമുക്ക് ഇനിയും ത്രയം സീരീസിൽ വൊക്കാബുലറി ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.